ഒക്ടോബർ 23 കേട്ടോ രാവിലെ നമസ്വിനെ ബസ് കയറ്റി വിട്ടിട്ട് തിരിച്ചു വരുന്ന വഴിയാണ്. വെയിലേക്ക് നിറയെ ചൈനീസ് വയലറ്റ് നല്ല ഭംഗിയിലുണ്ട്. പക്ഷെ നിറച്ച് പുല്ലായതുകൊണ്ട് അത്ര വൃത്തിയിലല്ല നിൽക്കണേ. ഇതിൻ്റെ വൈറ്റും ഉണ്ട് വയലറ്റും ഉണ്ട്. ഇതൊന്ന് ട്രാൻസ്പ്ലാന്റ് ചെയ്ത് നമ്മുടെ വീട്ടിൽ ഏതെങ്കിലും അതിരിൽ വെച്ചാലോ എന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ട്. അപ്പം നടക്കുമെന്ന് അറിയില്ല. വെദർ ഇസ് ക്വൈറ്റ് ഗുഡ്. രാവിലെ നല്ല മഴ ഉണ്ടായിരുന്നു, രാത്രി നല്ല മഴയായിരുന്നു. അപ്പോൾ ഇനി കുറച്ച് നേരം പകലൊക്കെ ഇങ്ങനെ നല്ല വെയിലൊക്കെ കാണാതെ കഴിഞ്ഞാൽ സന്ധ്യയാകുമ്പോൾ എഗെയിൻ കോരിച്ചൊരിയുന്ന മഴയാണ് കേട്ടോ. ന്യൂനമർദ്ദം തോന്നുന്നു 3-4 ദിവസത്തേക്ക് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അങ്ങനെയാണ് കാലാവസ്ഥ. ഓക്കെ, ഇത് ഇന്നലെ ഞാനും വിവേട്ടനും കൂടിയിട്ട് ഒരു പകുതി വരെ വിവേട്ട് ചെത്തി വൃത്തിയാക്കി ഞാൻ പുല്ലൊക്കെ വാരി കൊണ്ടുവന്നിട്ടു കേട്ടോ. അപ്പോൾ അതിൻ്റെ ക്ഷീണം എനിക്ക് കാണാണ്ട് എൻ്റെ കാലൊക്കെ മസിൽ കയറിയിടും. വലിയ പണിയെടുത്തിട്ടൊന്നുമല്ല, എന്നാലും ഞാനൊരു വ്ളോഗ് എടുക്കണമെന്ന് വിചാരിച്ചിട്ട് തുടങ്ങിയതാണ്. അതാണ് നമ്മുടെ കുറച്ച് ദിവസം മുന്നേ വാങ്ങിയ സ്റ്റാൻഡ് കേട്ടോ. ഇപ്പോൾ തന്നെ സമയം 10:40 വീഡിയോ എടുക്കാൻ വേണ്ടി തുടങ്ങിയപ്പോൾ. ഇപ്പോൾ ഇന്ന് ഞാൻ ചെയ്യണമെന്ന് വിചാരിക്കുന്ന ഒരു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. കുറച്ച് ഓൾട്രേഷൻ ഉണ്ട്, അങ്ങനെ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു സ്റ്റാൻഡിൽ വെച്ചിട്ട് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ എന്താണ് അതിൻ്റെ അവസ്ഥ എന്നുള്ളതൊക്കെ നോക്കണം. അതൊരു ഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുള്ള തുണിയാണ് കേട്ടോ. ആക്ച്വലി ഇത് ഷർട്ടിൻ്റെ മെറ്റീരിയലാണ്. നോക്കട്ടെ എങ്ങനെ പറ്റണമെന്നുള്ളത് പോലെ നമുക്ക് പ്ലാൻ ചെയ്തിട്ട് എന്തെങ്കിലും ചെയ്യാം. അത് അവിടെ ഇരിക്കുന്നത് മൈക്ക ഒരു 2 മാസമെങ്കിലും ആയിട്ടിരിക്കണം. നമുക്ക് ഈ മേശയുടെ മീതയും അകത്തൊരു മേശയുണ്ട്, അതിൻ്റെ മീതെ കൊട്ടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. തൽക്കാലം ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ആദ്യത്തെ പണി ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ബ്ലൗസിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അത് ഡ്രാഫ്റ്റ് ചെയ്യാന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ പേപ്പർ പാറ്റേൺ ഉണ്ടാക്കുന്നില്ല, കാരണം എൻ്റെ കയ്യിൽ പേപ്പർ പാറ്റേണിൻ്റെ പേപ്പർ ഇല്ല, കഴിഞ്ഞു. അതുകൊണ്ട് അപ്പോൾ ഞാനത് ഒന്ന് ഇതാക്കുന്നുണ്ട്. അതിന് മുന്നേ ഞാൻ എനിക്ക് വേണ്ട സാധനങ്ങളൊക്കെ മേശയ്ക്ക് കൊണ്ടുവന്നിടുന്നുണ്ട്. ഞാനിതിൻ്റെ ഒരു വ്യൂ നോക്കുകയാണ് കേട്ടോ. തരക്കേടില്ല തോന്നുന്നു അല്ലേ, മുകളിൽ നിന്നുള്ള വ്യൂ. വലിയ സ്റ്റേർഡിനെസ്സിന് പ്രശ്നമൊന്നുമില്ല, അത്യാവശ്യം കവർ ചെയ്യുന്നുണ്ടെങ്കിൽ. ഞാൻ എഴുതണമെന്നൊന്നും അത്രയ്ക്ക് സൂം ചെയ്താലേ കാണുന്നുണ്ടാവുള്ളൂ, അങ്ങനെ കാണുന്നുണ്ടാവില്ല കേട്ടോ. ഈ ഒരു ക്ലിപ്പ് ഞാൻ കുറച്ചധികം സ്പീഡാക്കിയിട്ടുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു യൂസ്ലെസ് ക്ലിപ്പായിപ്പോയി. ഞാൻ ബ്ലൗസിൻ്റെ കാര്യങ്ങളൊക്കെ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് വെച്ച് നോക്കി ഡ്രാഫ്റ്റ് ചെയ്ത് തുണി നോക്കിയപ്പോൾ അത് എൻ്റെ മാത്രം തെറ്റാണ്, എൻ്റെ ഭാഗത്തുള്ള തെറ്റാണ് ഇത്. തുണിയൊക്കെ നോക്കി വന്നപ്പോഴത്തേക്ക് തുണി ഈ ഒരു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ തികയില്ല കേട്ടോ. തുണിക്ക് ഇങ്ങനെ ഒരു ഏങ്കോണിപ്പുണ്ട്, അതായത് ലെവലല്ല തുണി. ആകെ 1 മീറ്ററിൽ താഴെ തുണിയുള്ളൂ. അപ്പം നമുക്ക് നിന്ന് സ്ലീവ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോലും സ്ലീവ് ഒന്നും കിട്ടാനുള്ള ഒരു തുണിയില്ല. ഞാൻ ബോഡി മെഷർമെൻറ്റ്സ് ഓൾറെഡി എടുത്തിട്ടുണ്ട്. അപ്പോൾ നെക്കിൻ്റെ വിഡ്ത്തും ഡെപ്ത്തൊക്കെ മാത്രം ഞാൻ ടേപ്പ് വെച്ച അളവ് തന്ന ബ്ലൗസിൽ വെച്ച് മെഷർ ചെയ്ത് കറക്റ്റാക്കി ഒക്കെ കഴിഞ്ഞപ്പോഴാണ് ഇത് മനസ്സിലായത്. അപ്പോൾ അത്രയും നേരം എൻ്റെ വെറുതെ പോയി. ആദ്യം തന്നെ ആ തുണി ഒന്ന് തുറന്ന് നോക്കിയിരുന്നെങ്കിൽ ഇത്രയും സമയം വേസ്റ്റ് ആവില്ലായിരുന്നു. കണ്ടോ, ഇങ്ങനെയാണ് ഈ തുണിയുടെ ഒരു അവസ്ഥ. ഇതിൻ്റെ ഇപ്പുറത്തെ എൻഡിലേക്ക് വരുമ്പോൾ തുണി കുറേ കുറഞ്ഞു പോയിരിക്കണം. അപ്പോൾ നമുക്ക് ക്രോസ് പീസ്, പട്ടയ്ക്കുള്ള പീസ് എല്ലാം കൂട്ടി വരുമ്പോഴത്തേക്ക് സ്ലീവിന് അവരുദ്ദേശിക്കുന്ന സ്ലീവിനുള്ള തുണി കിട്ടില്ല. കുറച്ച് പ്രായമുള്ളവരുടെ ആയതുകൊണ്ട് അപ്പോൾ നമുക്കത് നടപടിയാവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനത് അങ്ങനെ മടക്കി വെച്ചത്. തൊട്ടടുത്തുള്ള വീട്ടിലാണ്, നമുക്ക് തിരിച്ച് കൊടുക്കാം കേട്ടോ, കുഴപ്പമില്ല. എൻ്റെ അടുത്ത പണി ഓൾട്രേഷൻ ചെയ്യാന്നുള്ളതാണ്. ഓൾട്രേഷൻ ഞാനെടുത്ത തുണികളുടെ അവസ്ഥ കണ്ടില്ലേ, നല്ലോണം ചുളിഞ്ഞിട്ടാണുള്ളത്. അതുകൊണ്ട് ഞാനതെല്ലാം അയൺ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അയൺ ചെയ്യാത്ത നമുക്ക് മാർക്ക് ചെയ്യാനോ കട്ട് ചെയ്യാനോ ഒന്നും പറ്റില്ല. അത്രയും ചുളുങ്ങിയിരിക്കുന്ന സംഗതി മാർക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് ഒരു സുഖമാവില്ല തയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ എല്ലാതും നിന്ന് അയൺ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അത്രയ്ക്ക് ഭയങ്കര സ്റ്റീം അയണാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ഓൾറെഡി അവിടെ കണക്ട് ചെയ്ത് വെച്ചിട്ടുള്ളതുകൊണ്ട് അതാണ് യൂസ് ചെയ്യുന്നത്. അതൊന്നും വേണമെന്നൊന്നുമില്ല, ജസ്റ്റ് നോർമൽ അയൺ ബോക്സ് വെച്ചിട്ടൊന്ന് അയൺ ചെയ്തെടുത്താൽ മതി. നമുക്ക് മാർക്ക് ചെയ്യാനും ലെവൽ ചെയ്യാനും ഒക്കെ ഉള്ളൊരു സൗകര്യത്തിന് കേട്ടോ. അപ്പോൾ ഇതും പുറത്തേക്കുള്ളതൊന്നുമല്ല, ഇതെൻ്റെ സിസ്റ്ററിൻ്റെയാണ്, കുറച്ചുണ്ട്. അപ്പോൾ അത് ആ പരിപാടികളാണെന്ന് നടത്തണം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇത് അയൺ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വേറൊരു ഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ഷർട്ടിൻ്റെ ഒരു മെറ്റീരിയൽ ഞാൻ വെച്ചിരുന്നു. അത് വെച്ച് ഞാൻ കുറേ നാളായി ഇങ്ങനെ പ്ലാൻ ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിക്കേണ്ടത് നടക്കും അറിയില്ല. ഇതിൻ്റെ ഇടയ്ക്ക് 1-2 തവണ കറണ്ട് പോവും വരികയൊക്കെ ചെയ്തിരുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യാൻ വിചാരിച്ചിരിക്കുന്ന സമയത്ത് ഈ കറണ്ടൊക്കെ ഇങ്ങനെ പോയി വന്ന് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഫ്ലിപ്പ് പോലും അല്ല. അതായത് ഒരു പ്രാവശ്യം ഒന്ന് കറണ്ട് പോയി, പിന്നെ ഒരു 1/4 മണിക്കൂർ കഴിഞ്ഞ് കറണ്ട് വരും, ദെൻ വീണ്ടും പോവും, പിന്നെ ഒരു 1/2 മണിക്കൂർ. അപ്പോൾ ആ ഒരു ഫ്ലോ അങ്ങ് പോവും. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു ഇന്നത്തെ ഒരു ദിവസം. ദെൻ ഞാനതിൻ്റെ മാർക്കിങ്സൊക്കെ ചെയ്തിട്ട് അത് ലെങ്ത് കുറയ്ക്കാനുള്ളതൊക്കെ കട്ട് ചെയ്തു, സ്ലീവ് കട്ട് ചെയ്യാനുള്ളതൊക്കെ കട്ട് ചെയ്തു, അങ്ങനെ എല്ലാം കട്ട് ചെയ്തു കേട്ടോ. അങ്ങനെ എല്ലാതും ചെയ്യുന്നത് കാണിക്കുന്നില്ല, കട്ട് ചെയ്തു ഞാൻ. ഓക്കെ, എന്നിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് പിന്നെയും കറണ്ട് പോയി. അപ്പോൾ പിന്നെ ഫുഡ് ഉണ്ടാക്കാനും
ഭക്ഷണം കഴിക്കാനൊക്കെ ആയിട്ട് പോയിട്ടോ. അതിന് മുന്നേ ഞാൻ ഒരെണ്ണം ഓൾട്രേഷൻ ചെയ്തതാണ്. ഈ ഒരു യെല്ലോ ടോപ്പ് ഒന്നുമില്ല, സ്ലീവ് ഒന്നും ചെയ്യാനില്ല, സ്ലീവ് അഡ്ജസ്റ്റ് ചെയ്യാനില്ല, ലെങ്ത്ത് കട്ട് ചെയ്യാനും സൈഡ് ട്രിം ചെയ്യാനും സൈഡ് കുറയ്ക്കാനും ഉണ്ടായിരുന്നത് കേട്ടോ. അത് എല്ലാതും അങ്ങനെയാണ്. ആ ഒരു മെഷർമെൻറ്റിലേക്ക് ആക്കാനാണ് ഉണ്ടായിരുന്നത്, അതായത് തന്ന ആളുടെ മെഷർമെൻറ്റിലേക്ക് ആക്കാനാണ് ഉണ്ടായത്. അപ്പോൾ ഞാൻ താഴെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ചിലതിൽ ഞാൻ ആദ്യം ഒന്ന് ചെറിയതായിട്ട് സ്റ്റിച്ച് ചെയ്ത് പിന്നെ അത് ഒരു പ്രാവശ്യം കൂടെ മടക്കി സ്റ്റിച്ച് ചെയ്യും. ചില തുണികൾ ഒറ്റയടിക്ക് തന്നെ നമ്മൾ അറേഞ്ച് അങ്ങനെ ഒന്നിച്ചങ്ങ് മടക്കി സ്റ്റിച്ച് ചെയ്യും. ചിലത് ഇങ്ങനെയും ചെയ്യും കേട്ടോ. അത് തുണിയുടെ ഒരു എന്താ പറയുക, ഹാൻഡിൽ ചെയ്യാനുള്ളൊരു ഈസിനെസ്സിനനുസരിച്ചിട്ടാണ് അങ്ങനെ ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ ഏകദേശം പിന്നെ ഞാനത് കംപ്ലീറ്റ് ചെയ്യണത് ഒരു 2:30 കഴിഞ്ഞ സമയത്താണ് കേട്ടോ. ഇപ്പോൾ സമയം ഏകദേശം 2:30 ക്ലോക്ക് അവിടെ പുറത്തായിരിക്കണം. 2:30 കഴിഞ്ഞു കേട്ടോ. 3 മണിയാവാനായിട്ടുണ്ട്. പിന്നെ ആകെ പണി തീർന്നത് ഇത് ഓൾട്രേഷൻ ഇത്രയും ചെയ്ത് കഴിഞ്ഞു, അത്ര തന്നെയുള്ളൂ. പിന്നെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ ഞാൻ പറഞ്ഞല്ലോ, ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ നോക്കിയപ്പോൾ അത് തുണി തികയില്ല. തൊട്ടടുത്ത വീട്ടിലാണ്, അപ്പോൾ അത് തിരിച്ചു കൊടുക്കാം, തുണി തികയില്ലേ പറയാം. അത് ആദ്യം നോക്കിയാൽ മതിയായിരുന്നു, അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ഡ്രാഫ്റ്റ് ചെയ്ത അത്രയും സമയം പോകില്ലായിരുന്നു കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ ഉള്ളത് വേറൊരു ഡ്രസ്സ് ഞാനിങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കുലങ്കശമായി പ്ലാൻ ചെയ്തിട്ട് നമ്മൾ സിമ്പിളായിട്ട് എന്തെങ്കിലും ചെയ്യാം, അതുണ്ടാവും മതിയോ. അത് ചെയ്തിട്ടില്ല. എനിക്കിനി 3:45 മണി വരെ ഇനി ഒരു 1 hour കൂടെ സമയമുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ നമസിന് വരും. നമസിന് വന്നു കഴിഞ്ഞാൽ പിന്നെ കാര്യമായിട്ട് വലിയ പണികളൊന്നും നടക്കും. ഇവിടുത്തെ പാത്രം കഴുകൽ, ഭക്ഷണം ഉണ്ടാക്കൽ, പിന്നെ അവൾ വന്നാൽ കാർട്ടൂൺ കാണാനായിരിക്കും. പിന്നെ നോയ്സ് ഡിസ്റ്റർബൻസ്, വീഡിയോ ഒന്നും പ്രോപ്പറായിട്ട് എടുക്കാൻ ചിലപ്പോൾ പറഞ്ഞാൽ കേൾക്കും കേട്ടോ, ചിലപ്പോൾ മിണ്ടാതിരിക്കുക, പറഞ്ഞു കഴിഞ്ഞാൽ മിണ്ടാതിരിക്കുക. പിന്നെ ഞാൻ വോയിസൊക്കെ കൊടുക്കാറുണ്ട്. പിന്നെ അതിനിടയ്ക്ക് ഒരു പാട്ട് പഠിക്കുന്നുണ്ട് കേട്ടോ. വൃശ്ചിക മാസമൊക്കെ ആവാറായില്ലേ നമ്മുടെ വീട്ടിൽ. കന്നിമാസം തൊട്ടേ ഏകദേശം എന്താ പറയുക, വൃശ്ചിക മാസത്തിൻ്റെ ഒരു മൂടാണ്. ഏട്ടനും ഒക്കെ എല്ലാ കൊല്ലം മലയ്ക്ക് പോകുന്ന കാരണം നമസിന് ഒരു 3 വയസ്സ് തൊട്ട് പോകുന്നുണ്ട്. അപ്പം അങ്ങനെ അപ്പോൾ എല്ലാ കൊല്ലമല്ല, കഴിഞ്ഞ കൊല്ലം ഞാൻ അവളൊരു പാട്ട് പഠിപ്പിക്കാൻ കുറച്ച് പഠിപ്പിച്ചത് മറ്റേ പാട്ടിലേക്ക് കണ്ണോളം കണ്ടതുപോലെ. അപ്പോൾ അത് അവൾ ഇത്തിരിയൊക്കെ പാടും പഠിപ്പിച്ചത്. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ അവൾക്ക് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഞാൻ പഠിക്കുന്നുണ്ട് കേട്ടോ. മറ്റേ ദേവപമ്പ ആ പാട്ടുണ്ടല്ലോ, അപ്പോൾ അത് ഞാൻ കുറച്ച് ഞാൻ ഇങ്ങനെ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ പഠിച്ചത് സെറ്റായിട്ട് വേണം അവളെ പഠിപ്പിക്കാൻ. ഇപ്പോൾ അവൾക്ക് ഈ നവംബറിലേക്ക് ആകുമ്പോഴത്തേക്ക് 6 വയസ്സാവും. അപ്പോൾ 6 വയസ്സ് കഴിഞ്ഞിട്ട് ഇപ്പോൾ കുട്ടിക്ക് ഇങ്ങനെ അക്ഷരങ്ങൾ കൂട്ടി കറക്റ്റായിട്ട് ഫുള്ള് വായിക്കാനായിട്ടില്ലേ. അവൾ വായിക്കും, എന്നാലും ഒരു ഫ്ലുവൻ്റായിട്ട് മലയാളം വായിക്കാനൊന്നും ആയിട്ടില്ല. അപ്പോൾ നന്നായിട്ടൊക്കെ ഒന്ന് വായിച്ച് തുടങ്ങുന്ന സമയത്ത് മ്യൂസിക് ക്ലാസ്സിന് ചേർക്കണമെന്നുണ്ട്. അവൾ ചേർത്തുമ്പോൾ ഞാനും കൂടി ചേർന്നാലോ എന്നുള്ളൊരു ആലോചനയുണ്ട്. ഞാൻ പണ്ടൊരു 7ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് കുറച്ച് നാൾ ഒരു 6 മാസം ഞാൻ ക്ലാസിക്കൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അതങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. ടീച്ചർ കല്യാണം കഴിഞ്ഞ് ഗൾഫ് പോയി, പിന്നെ പഠിക്കലൊന്നും ഉണ്ടായില്ല. പിന്നെ കുറച്ച് നാൾ വയലിൻ പഠിക്കാൻ പോയി. അതും +2ൻ്റെ സമയത്ത് കുറച്ച് നാൾ വളരെ കുറച്ച് നാൾ വയലിൻ പഠിച്ചു. പിന്നെ അതും സാറ് ക്യാൻസർ വന്നു, സാറ് മരിച്ചു. പിന്നെ അതും കണ്ടിന്യൂ ചെയ്തില്ല. അങ്ങനെ എല്ലാം നമ്മൾ തൊട്ട് വെച്ചിട്ട് അവിടെ വെച്ചേക്കാണ്, ഒന്നും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ട്. നമസ്തീനെ ഡാൻസിനും പാട്ടിനൊക്കെ ചേർക്കണം. അവളെ പാട്ടിനെ ചേർത്തുമ്പോൾ ഞാനും പാട്ടിനെ ചേരണം എന്ന് വിചാരിക്കുന്നുണ്ട്. നോക്കട്ടെ, കാര്യങ്ങളൊക്കെ ഒന്ന് സൈഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫിനാൻഷ്യലിയും കൂടി അതൊക്കെ മീറ്റ് ചെയ്യാനായിട്ട് പറ്റണമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റേജ് വരികയാണെങ്കിൽ അവളാദ്യം തന്നെ കൂട്ടി വായിക്കാനാവട്ടെ. അപ്പോൾ അങ്ങനെയാണെങ്കിലാണ് മ്യൂസിക് ക്ലാസ്സിന് ചേർത്തുമ്പോൾ ആ സ്വരങ്ങളൊക്കെ നോക്കി വായിക്കാനുള്ളൊരു ഇതാവുള്ളൂ. അങ്ങനെ ചേർത്തുമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അങ്ങനെ ചിലപ്പോൾ ഈ വീഡിയോ എത്ര ദിവസം ഞാൻ കണ്ടിന്യൂ ചെയ്യുമെന്ന് അറിയില്ല. ഞാനിത് ഇന്നത് വൈൻഡ് ചെയ്യും. ഒരു ഡേ ഇൻ മൈ ലൈഫ് ഒന്നും എടുക്കാനായിട്ട് എന്നെക്കൊണ്ട് നടക്കാത്ത കാര്യമാണ് കേട്ടോ. ഈ ക്യാമറ കൊണ്ട് എല്ലാ എവറി മൊമെൻറ്റ് നമുക്ക് ക്യാപ്ചർ ചെയ്യാന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. പിന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ ഇഷ്ടമുണ്ട്, പക്ഷേ ചിലപ്പോൾ ഉള്ളവർ മൊത്തം കംഫർട്ടബിൾ ആവണമെന്നില്ലല്ലോ. ഇപ്പോൾ ഏട്ടനാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഞാൻ വീഡിയോ എടുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പക്ഷെ വേണ്ട, എന്തിനാ അതെന്നുള്ള രീതിക്ക് ഞാനങ്ങനെ ത്രൂ ഔട്ട് നമുക്ക് ക്യാമറ വെച്ചിട്ടുള്ള പരിപാടികൾ പറ്റില്ല. അതാണ് അധികം ഞാൻ വർക്ക് ഫ്ലോ മാത്രമായിട്ട് ഇങ്ങനെ കാണിച്ചുകൊണ്ട് പോകുന്നത് കേട്ടോ. അതാകുമ്പോൾ കുറച്ചും കൂടി ഈസി ഉണ്ടല്ലോ, എന്താ പറയുക, ഷൂട്ട് ചെയ്യാൻ എളുപ്പമാണ്. വർക്ക് ഫ്ലോ കാണിച്ചാൽ മതി, വേറെ ആരുടെ പ്രൈവസി ഒന്നും അതിൽ ബ്രേക്ക് ചെയ്യുന്നില്ല.
കുട്ടീനെയും അധികം വീഡിയോയിൽ കാണിക്കുമ്പോൾ യൂട്യൂബിൻ്റെ സൈഡിൽ നിന്ന് അതും സജഷനിലേക്കോ അല്ലെങ്കിൽ റെക്കമെൻഡേഷനിലേക്കോ ഒന്നും പോകില്ല കുട്ടികളെ കാണിക്കുമ്പോൾ, അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്. അപ്പം അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ. കുറച്ച് പ്ലാൻ ഉണ്ട്. ഇനിയിപ്പം നവംബർ ഞാൻ പറയില്ലേ ബർത്ത്ഡേ വരുന്നുണ്ട്. അപ്പോൾ ബർത്ത്ഡേക്ക് മുന്നേ അവൾക്കൊരു ഡ്രസ്സ്, കുറച്ച് ഡെക്കറേഷൻസ്, അവൾക്കൊരു ഗിഫ്റ്റ് ഹാമ്പർ, അങ്ങനെ പല കാര്യങ്ങളും ഡിമാൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അത്യാവശ്യം അറിവായതുകൊണ്ട് അവൾ തന്നെ ഇങ്ങോട്ട് പറയും, എനിക്കത് വേണം, ഇത് വേണം, ഇങ്ങനെ വേണം, അങ്ങനെ വേണം, അവരെ വിളിക്കണം ഇത്ര സാധനങ്ങൾ വേണം, പറഞ്ഞൊരു മൊത്തം ഗിഫ്റ്റ് തരണം, അങ്ങനെ. അത് അവളുടെ പ്ലാൻ. നമ്മളതൊക്കെ ഒന്ന് ട്രിം ചെയ്തിട്ട് ഒരു ചെറിയ പ്ലാൻ ഉണ്ടാക്കും. അങ്ങനത്തെ കാര്യങ്ങളുണ്ടോ. അപ്പം എന്തായാലും ഞാൻ നോക്കട്ടെ, ഞാൻ പാട്ട് ഒന്ന് പാടാൻ പറ്റുമെന്ന് വെച്ചാൽ ഞാൻ പാടിയിട്ട് ഒരു ക്ലിപ്പിനകത്ത് ഇടുന്നുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് വരികളൊക്കെ പഠിച്ചിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് സെറ്റാക്കിയിട്ട് നമസ്വീനെ പഠിപ്പിക്കണം. അങ്ങനെ കേട്ടോ. പഞ്ചദിനാഥനി സന്നിധാനത്തിലെ സന്യാസി തികവ്, പഞ്ചഭൂതങ്ങളും പാടി നമിക്കുന്ന സംക്രാന്തി കനിവ്, ചന്ദന പൂനില പട്ടുപൂതയ്ക്കുന്ന വേദാന്ത്യത്തിടവ്, നൊന്തു വിളിക്കുമ്പോൾ അന്തികത്തെത്തുന്ന കൽപ്പാന്തക്കുളിര്, ഹരിഹര സുതനടിയേറി സ്വാതനത്തിനോട്ട്, ആലസ്യനാഥന്റെ പൊന്നുണ്ണിയായി സംഗീത പൊരുള്, അയ്യപ്പനു സായോജ്യപ്പടവ്, പാലാഴിച്ചേലോടെ പായും പമ്പേ നിന്നെ പോലുള്ള പൊന്നയൻ ചാത്തുന്നുണ്ട്, പുണ്യം പെയ്യുന്നുണ്ട് പൂങ്കാവിൽ പണ്ടേ ഞാൻ കൂടെയുണ്ടേ, പാങ്ങില്ല പാവങ്ങൾ 18 പടികേറി കാണിപ്പൊന്നാകുന്നുണ്ട്, പാപങ്ങൾ പുണ്യങ്ങളാകുന്നുണ്ട്, പിന്നെയും എന്നോടെ മുൻകോപ പുലിമേലെ അയ്യപ്പനേറുന്നുണ്ട്, അയ്യയ്യ കലികാലം തീരുന്നുണ്ട്, പാലാഴിച്ചേലൂടെ പായും പമ്പേ നിന്നെ പൂണുകളായി പൊന്നയ്യൻ ചാത്തുന്നുണ്ടേ. ഞാനങ്ങനെ വെറുതെ പാടി വെച്ചത് ഇതിലിട്ടു എന്നുള്ളൂ കേട്ടോ. ഒരു മെമ്മറി ആയിട്ട് കിടക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഇനിയിപ്പോൾ എന്തായാലും 4:10 നവസേനെ വിളിക്കാൻ പോകേണ്ട സമയമായി. ഇപ്പം ഇന്നത്തെ വീഡിയോ എനിക്ക് തോന്നുന്നു ഇനി നമ്മൾ ഇന്നധികം വീഡിയോ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടാവില്ല. നാളെയും മറ്റന്നാളും കൂടി. ഒന്നാമത്തെ തന്നെ എൻ്റെ ഫോണിൽ സ്ഥലമില്ല, ഭയങ്കര ദാരിദ്ര്യമുണ്ട് സ്പേസിന്. അപ്പോൾ കുറേ ദിവസമായിട്ട് ഇങ്ങനെ നമുക്കിതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാനും പറ്റില്ല. കാരണം വീഡിയോ കൺവേർട്ട് ആവില്ല. ഒരു വീഡിയോ കൺവേർട്ട് ആവണമെങ്കിൽ നമ്മുടെ കുട്ടികളെ ഫോട്ടോയും നമ്മുടെ ഫോട്ടോസ് വീഡിയോസ് എല്ലാം ത്യാഗം ചെയ്തിട്ട് ഒരു വീഡിയോ കൺവേർട്ട് ആക്കി എടുക്കുക. എന്നിട്ട് അങ്ങനെ കൺവേർട്ട് ആക്കി എടുത്തിട്ടൊരു വീഡിയോ പബ്ലിക് ആക്കി കഴിഞ്ഞാൽ അതിന് കിട്ടുന്ന വ്യൂ ഈ പറഞ്ഞ പോലെ 4, 3, 7 വ്യൂ. അത് ഇത്തിരി സങ്കടമുള്ള കാര്യമില്ല. അതുകൊണ്ട് നോക്കട്ടെ, എന്തായാലും ഇതൊരു കണ്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്ളോഗ് ആക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇന്ന് എന്തായാലും ഞാൻ ഇപ്പോൾ ഇവിടെ വീഡിയോ നിർത്തുകയാണ്. എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ പ്രൊഡക്റ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അത് ഇൻക്ലൂഡ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. 1-2 കാര്യങ്ങൾ ചെയ്യണമെന്ന് വിചാരിക്കണം 2 ദിവസത്തിൽ. നോക്കട്ടെ, പറ്റുകയാണെങ്കിൽ നമുക്ക് അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഈ വീഡിയോ വൈൻഡ് ചെയ്യാം, കണ്ടൻ്റ് ആക്കാം. ഓക്കെ. ഒക്ടോബർ 24-ാം തീയതിയാണ് കേട്ടോ മോർണിംഗ്. രാവിലെ ഞാൻ അവളെ ബസ് കയറ്റി വിടാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇറങ്ങാൻ നേരത്ത് മെഹന്തി ഇടണമെന്ന് പറഞ്ഞിട്ട് കയ്യിലിട്ട മൈലാഞ്ചിയാണ്. ആ ഒരു നല്ലോണം ചുമക്കണ ഒരു കോണുണ്ടല്ലോ, ബിഗ് ബിയോ റെഡ് ബിയോ, അത് വെച്ചിട്ട് കുറച്ച് പൂവ് വഴിയെന്ന് പറിച്ചിട്ടുണ്ട്. അവിടെ ഒരു കപ്പേളുണ്ട് ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് തന്നെ, ബസ് സ്റ്റോപ്പിൻ്റെ അടുത്ത് തന്നെ. അപ്പോൾ ആ കപ്പേളയിൽ പൂ വയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അത് മൂടിയിട്ടിരിക്കുകയാണ്, പുണ്യാളിനെ പെയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മഴ ആയതുകൊണ്ട് അത് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഹായ്, 11:45 അവളെ സ്കൂളിൽ വിട്ട് വന്നിട്ട് പിന്നെ ഞാനിപ്പോഴാണ് ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്യേണ്ട കാര്യം ആലോചിച്ചത്. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല. കുറച്ച് പണികളുണ്ട്. ഫുഡ് ഉണ്ടാക്കി കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, അടിച്ച് തുറച്ചിട്ടില്ല, അങ്ങനെ കുറേ പണികളുണ്ട്. അതിനിടയ്ക്ക് ഒരു ഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 1-2 റെഫറൻസൊക്കെ എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അത് വേറൊരു ഔട്ട്ഫിറ്റ് ഫ്രം സ്ക്രാച്ച് വീഡിയോ തന്നെയായിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. പറ്റിയിട്ടൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ പ്ലാനിലുണ്ട്. അതിന് മുന്നേ ഞാൻ കുറച്ച് സാധനങ്ങൾ കാണിച്ചത്. ഇത് ഒരു ബേബി ബ്ലാങ്കറ്റ് ചെയ്യാൻ തുടങ്ങിയതാണ് കേട്ടോ. കാണുന്നുണ്ടോ? ഓക്കെ, ഇതിന് സ്റ്റിച്ച് കാണുന്നത് നല്ല രസമായിട്ടുള്ളൊരു സ്റ്റിച്ചാണ്. ഇത് ഇത്രയേ ആയിട്ടുള്ളൂ. ഇതിപ്പോൾ ഒരു 10 ഇഞ്ച് ലെങ്തേ ഉള്ളൂ. ഇതൊരു 30 ഇഞ്ച് ലെങ്ത് വരികയാണെങ്കിലാണ്. ഇവിടെ എത്തിയപ്പോഴത്തേക്ക് എൻ്റെ നൂല് കഴിഞ്ഞു. ഇനി ഈ നൂല് വാങ്ങിയിട്ട് വേണം. ബേബി സോഫ്റ്റ്, വർദ്ധമാൻ്റെ ബേബി സോഫ്റ്റ് ഞാൻ വെച്ചിട്ടാണ് ഇത് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ ഒരു
എനിക്ക് തോന്നുന്നു എനിക്കിവിടെ ഞാൻ നിയറസ്റ്റ് ഷോപ്പിൽ നിന്നാണ് വാങ്ങിയത്. അപ്പോൾ അത് 40 രൂപയായിട്ടാണ് കിട്ടിയത് ഒരു റോള്. അത് 40 ഗ്രാംസ് തന്നെ തോന്നുന്നുണ്ട്. 40 ഗ്രാംസിൻ്റെ ഒരു റോളായിരുന്നു. അങ്ങനത്തെ 3 റോള് ത്രെഡിലാണ് ഇത്രയായിട്ടുള്ളത്. അപ്പോൾ ഇതൊരു 30 ഇഞ്ച് ആകുമ്പോഴത്തേക്കൊരു 10 ടോട്ടൽ ഒരു 10 റോള് ത്രെഡ് ആകുമ്പോഴാണ് ഒരു 30 ഇഞ്ച് ഹൈറ്റിലേക്ക് ഒരു നല്ലൊരു ബേബി ബ്ലാങ്കറ്റിൻ്റെ ഒരു സൈസിലേക്ക് ഇതുവരെ. ഇത് നല്ല രസമാണ് ചെയ്യാൻ. ക്രോഷ്യ ചെയ്യുമ്പോഴത്തെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ കാൺ സ്റ്റോപ്പ്. നമ്മൾ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. ഭയങ്കര ഒരു റിലാക്സിങ് ആണ്. അഡിക്ഷൻ ഉണ്ടാക്കുന്ന ഒരു ഹോബിയാണ്. ഇതിൽ നിന്ന് കൺവെർട്ട് ചെയ്ത് എന്തെങ്കിലും നമുക്ക് ബിസിനസ്സായിട്ടൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ വളരെ നല്ലതാണ്. ഇപ്പോൾ ഞാനിപ്പോൾ ഇത് ഒരു ഗിഫ്റ്റ് എന്നുള്ള രീതിക്ക് ചെയ്യുന്നതാണ്. വേറെ ഫ്രോക്കിൻ്റെയും ഒരു ബേബി ബോയ്ക്കുള്ള ഡ്രസ്സിൻ്റെ പാറ്റേണൊക്കെ നോക്കി വെച്ചിട്ടുണ്ട്. ത്രെഡ് കുറച്ച് മേടിച്ചിട്ടൊക്കെ വേണം. കുറേ നാളായി തൃശ്ശൂർ പോയിട്ട് ഫിജിയിലൊന്നും പോയിട്ടേ ഇല്ല. അപ്പോൾ നോക്കിയിട്ട് കുറച്ച് കാര്യങ്ങളായിട്ടൊന്ന് ഇറങ്ങണം. അപ്പോൾ ആ സമയത്തേക്ക് നമുക്ക് കുറച്ച് ത്രെഡും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് എന്തായാലും നമ്മൾ തുടങ്ങി വെച്ചതല്ലേ ക്രോഷ്യ ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പോൾ അതിന് ഒരു ഏകദേശം എവിടെയെങ്കിലുമൊക്കെ വരെ എത്തിക്കണം. അങ്ങനെ പിന്നെ ഇന്ന് എന്തെങ്കിലും ഒരു ഡ്രസ്സ് ചെയ്യുന്നതിൻ്റെയോ അല്ലെങ്കിൽ എനിക്ക് വേറൊരു കാര്യം കൂടെ ചെയ്യാനുണ്ട്. എല്ലാത്തിനുള്ള സമയം ഞാൻ പറഞ്ഞ പോലെ 3:45 4 മണി വരെ ഉള്ളൂ. അതിൻ്റെ ഉള്ളിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും കഴിയണം. അത് കഴിഞ്ഞാൽ പിന്നെ സ്വസ്ഥമായിട്ടൊരു കാര്യം നടക്കില്ല. അങ്ങനെ കേട്ടോ. അപ്പോൾ അടുത്ത എന്തെങ്കിലും ക്ലിപ്പ് ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ആഡ് ചെയ്യാം. ഡ്രസ്സ് ചെയ്യുന്നതിൻ്റെയോ അല്ലെങ്കിൽ അതിൻ്റെ പ്ലാനും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അങ്ങനെ നോക്കാം. ഓക്കെ. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ആ ഒരു ഡ്രസ്സ് ചെയ്യാനുള്ള മെറ്റീരിയൽ. ഇതൊരു ഐസ് ബ്ലൂ ഷെയ്ഡിലുള്ള, അതിനകത്ത് ആ ഷെയ്ഡ് എത്രത്തോളം ക്ലിയർ ആവുന്നുണ്ട് എന്നുള്ളത് അറിയില്ല. ഐസ് ബ്ലൂ ഷെയ്ഡിലുള്ള ഒരു ഷർട്ടിൻ്റെ മെറ്റീരിയലാണ്. കുറച്ച് കട്ടിയുള്ള തുണിയാണ്. ചെയ്ത രസം ഉണ്ടാവുമെന്ന് അറിയില്ല. എന്നാലും ഇത് വെച്ച് ചെറിയൊരു പ്ലാൻ ഉണ്ട് കേട്ടോ. ഇതെൻ്റെ ബോഡീസ് പാറ്റേൺ ആണ്. ഞാൻ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഒരു വേസ്റ്റ് വരെയുള്ളത് മാത്രം. ബാക്കി നമുക്ക് മാറ്റി ചെയ്യേണ്ടി വരുമല്ലോ. അപ്പോൾ ഇത് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ചുരിദാർ സ്റ്റിച്ച് ചെയ്യാൻ എപ്പോഴും അത് തന്നെയാണ് എടുക്കാറുള്ളത് കേട്ടോ. പാറ്റേണിൽ വ്യത്യാസം ഉണ്ടാവും, പക്ഷേ ബേസിക് പാറ്റേൺ, അതായത് ബേസിക് ബോഡീസ് പാറ്റേണും അളവും അത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിന് മുന്നേ നമുക്ക് ചെറിയ ഒരു ഡ്രാഫ്റ്റ് ഉണ്ടാക്കാം. അതായത് ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്കൊന്ന് ക്ലിയർ ആക്കി തരണമല്ലോ. പിന്നെ വേണ്ടിയിട്ട് ഞാനൊരു റെഫറൻസ് എടുത്തിട്ടുണ്ട് പിൻട്രസ്റ്റിൽ നിന്ന്. ഡ്രസ്സിൻ്റെ റെഫറൻസ് അല്ല, നെക്കിൽ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഡിസൈൻ എന്ത് വരണം എന്നുള്ളതിൻ്റെ ഒരു റെഫറൻസാണ് കേട്ടോ. ഇത് മെഷീൻ എംബ്രോയിഡറി ചെയ്തിട്ടുള്ളതിൽ സീക്വൻസ് വർക്കൊക്കെ ഉള്ളൊരു സംഗതിയാണ്. നമുക്കത് ഹാൻഡ് പെയിൻറ്റിങ്ങിൽ അത് ചെയ്തിട്ട് അതൊന്ന് സെറ്റാക്കി എടുക്കാം കേട്ടോ. കാരണം ത്രെഡ് വർക്ക് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും, പക്ഷെ ഭയങ്കര ടൈം കൺസ്യൂമിങ് ആയിരിക്കും. അപ്പം എനിക്ക് വേണ്ട രീതിയിൽ ആ ഒരു ഡിസൈൻ ഞാൻ വരയ്ക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഫ്രണ്ടിൽ ഓപ്പൺ അല്ല ഞാൻ വരച്ചിട്ടുള്ളത്. അതൊരു ബോക്സ് പ്ലേറ്റ് ആയിട്ട് കിടക്കുന്ന രീതിക്കാണ് കേട്ടോ ഫ്രണ്ട് ഭാഗം. നമുക്ക് എ ലൈനായിട്ട് ചെയ്യാം, ബാക്കിൽ പ്ലെയിൻ ആയിട്ട്. പിന്നെ ഫ്രണ്ടിൽ ആ ഒരു ഡിസൈൻ ഏകദേശം ഞാൻ സ്കെച്ചിട്ട് വെച്ചിട്ടുള്ളതാണ്. ചെറിയ ക്യാപ് സ്ലീവോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാമെന്ന് വിചാരിക്കണ്ടേ. ഇനി അടുത്ത പണി ഞാൻ പെർപ്ലെക്സിറ്റിയോട് ചോദിക്കണം കേട്ടോ, ഇതൊന്ന് കൺവെർട്ട് ചെയ്ത് തരാൻ പറ്റുമോ എന്നുള്ളത് ഒരു സ്കെച്ചായിട്ട്. സോ ദാറ്റ് അതെനിക്ക് ട്രേസ് ചെയ്യാനായിട്ട് ഈസി ആണല്ലോ. അതായത് അല്ലെങ്കിൽ വരയ്ക്കാനാണെങ്കിലും കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടുമല്ലോ. ഞാനതൊക്കെ കഥനകഥ എഴുതി പെർപ്ലെക്സിറ്റിക്ക് കൊടുത്ത് അവർ കൺവെർട്ട് ചെയ്തിട്ട് എനിക്ക് തന്നൊരു ഇമേജ് നോക്ക്, അതിൻ്റെ തന്നെ വെറും സെയിം സ്കെച്ച്. ഇതിലൊരു തേങ്ങ മനസ്സിലാവണില്ല എന്നാണ് തോന്നുന്നത്. ഞാൻ ചുമ്മാ വായിച്ച് കൺവേർട്ട് ദിസ് ടു പെൻസിൽ സ്കെച്ച് എന്ന് സിമ്പിളായിട്ടൊരു പ്രോംപ്റ്റ് കൊടുത്തു. അപ്പോൾ അവരിതാ പെയിൻറ്റ് ചെയ്ത പോലത്തെ ഒരു വാട്ടർ കളർ പോലത്തെ ഒരു സ്കെച്ച് തന്നു. ഞാനത് ഡൗൺലോഡ് ചെയ്ത് ഇനിയിപ്പോൾ ഒന്നും കിട്ടിയില്ലെങ്കിൽ വെച്ചിട്ട് എന്നിട്ട് ഞാൻ വീണ്ടും അത് തന്നെ ഒന്ന് പെൻസിൽ ഡ്രോയിങ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പിന്നെയും പ്രോംപ്റ്റ് കൊടുത്തു. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ അവരതിൻ്റെ ഔട്ട്ലൈൻ എനിക്ക് തന്നു. അതാണ് ഞാൻ ഈ സൈഡിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ട്രേസ് പേപ്പറിൽ വരച്ചെടുക്കുകയൊക്കെ വേണം, പക്ഷേ എൻ്റെ ട്രേസിങ് പേപ്പർ ഇല്ല. പിന്നെ എനിക്കുള്ളൊരു പ്ലാൻ, ഇത് നമ്മൾ കഴിഞ്ഞ ഒരു 2 മാസം മുന്നെങ്കിലും മേടിച്ച് വെച്ചിട്ടുള്ള ബാംബൂ സ്റ്റിക്സ് ആണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് എടുത്തത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊരു ഗ്രിഡ് ഉണ്ടാക്കണം, ഒരു ഫോട്ടോ ഗ്രിഡ് ഉണ്ടാക്കണം. നമസ്വിയുടെ ബർത്ത്ഡേ ആകുമ്പോഴത്തേക്ക് എനിക്ക് കുറച്ച് ഡെക്കറേഷൻസ് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ഒരു ഫോട്ടോ ഗ്രിഡ് വലുത് ഉണ്ടാക്കി വെച്ചിട്ട്, അപ്പോൾ ഈ ഒരു സൈസ് പറ്റില്ല. ഇപ്പോൾ 2 സ്റ്റിക്കും കൂടെ ഒന്നിച്ച് ഒന്ന് സൂപ്പർ ഗ്ലൂ അങ്ങനെ വെച്ച് ഒട്ടിച്ചിട്ട്, ഇത് ഇപ്പോൾ ഒട്ടിച്ചിട്ടില്ല, എൻ്റെ ഒരു ഐഡിയ ഞാൻ അവിടെ ആക്കി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇതേപോലെ ഒരു വലിയ ഗ്രിഡ് ഉണ്ടാക്കി നമുക്ക് സ്പ്രേ പെയിൻ്റൊക്കെ ചെയ്തിട്ട് എടുക്കണം കേട്ടോ. അപ്പം ഞാൻ എന്താ ഈ ഒരു നോട്ടിൽ ഇന്നത്തെ എല്ലാ 2 ദിവസമായി നമ്മൾ വീഡിയോ എടുക്കണം. അത് എൻഡ് ചെയ്യാണ്. കാരണം എന്താ വെച്ചാൽ എനിക്ക് ഇനി എടുക്കണം എന്നുണ്ടായിരുന്നു, പക്ഷെ കൺവേർട്ട് ആവില്ല.
ഫോണിലെ സ്ഥലമല്ലേ. അപ്പോൾ ഇത് അപ്ലോഡ് ചെയ്ത് ഇതിൻ്റെ റോ ഫുട്ടേജൊക്കെ ഡിലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്കിനി അടുത്ത് എന്തെങ്കിലും വീഡിയോ എടുക്കാനായിട്ടുള്ളൊരു സ്പേസേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ ഒരു റാൻഡം വ്ളോഗ് ഇവിടെ എൻഡ് ചെയ്യാണ്. ഇനി ഒരു ഔട്ട്ഫിറ്റ് ഫ്രം സ്ക്രാച്ച് ആയിട്ട് നമുക്ക് മറ്റേ ഡ്രസ്സിൻ്റെ വീഡിയോ ചെയ്യാം, അത് നോക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. താങ്ക് യു.